നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങൾ എണ്ണയിതര മേഖലകളിലേക്ക് വളർച്ച കൈവരിക്കുകയാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിലാണ് ഇത്തരത്തിൽ നേട്ടം ലക്ഷ്യമിടുന്നത്. ഇതിൽ തന്നെ ആദ്യം നിൽക്കുന്നത് UAE ആണ്. പറഞ്ഞു വന്നാൽ ലോകരാഷ്ട്രങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് UAEയുടെ വളർച്ച. സൗദിയും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദിയിൽ വിനോദ മേഖലയിലെ നിക്ഷേപങ്ങളിൽ അതിവേഗ വളർച്ച തുടരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ വർഷം ഇതുവരെയായി തന്നെ വിനോദ മേഖലയിൽ 5000-ഓളം കൊമേഴ്സ്യൽ രജിസ്ട്രേഷനുകൾ അനുവദിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് 3000-ലധികം ലൈസൻസുകളും അനുവദിച്ചു. രാജ്യത്ത് വിനോദ മേഖലയിലെ നിക്ഷേപങ്ങളിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി വരുന്നതായാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഇതുവരെയായി 5310 കൊമേഴ്സ്യൽ രജിസ്ട്രേഷനുകൾ ഈ മേഖലയിൽ അനുവദിച്ചതായി വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. അമ്യൂസ്മെന്റ് പാർക്കുകൾ ആരംഭിക്കുന്നതിന് 683-ഉം എന്റർടൈൻമെന്റ് സെന്ററുകൾ ആരംഭിക്കുന്നതിന് 1351-ഉം വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് 3285-ഉം ലൈസൻസുകൾ ഇതിനായി മന്ത്രാലയം അനുവദിച്ചു. ഇവയിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനുകൾ അനുവദിച്ച തലസ്ഥാനമായ റിയാദിലാണ്. രണ്ടാം സ്ഥാനത്ത് ജിദ്ദ ഉൾപ്പെടുന്ന മക്ക പ്രവിശ്യയും, മൂന്നാം സ്ഥാനത്ത് കിഴക്കൻ പ്രവിശ്യയുമാണുള്ളത്. ആഭ്യന്തര ഉൽപാദനത്തിൽ വിനോദ മേഖലയുടെ പങ്കിൽ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 30% അധിക വരുമാനമാണ് ഈ മേഖലയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതേസമയം സൗദിയിലെ ബാങ്കുകളുടെ അറ്റാദായത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗദി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ബാങ്കുകളുടെ മൂല്യത്തിലാണ് നേട്ടം. മുൻവർഷത്തെ അപേക്ഷിച്ച് ബാങ്കുകൾ 22%-ഓളമാണ് വളർച്ച നേടിയത്. സൗദി ഓഹരി വിപണിയായ തദവ്വുയിലിൽ ലിസ്റ്റ് ചെയ്ത ബാങ്കുകളുടെ ലാഭവിഹിതത്തിലാണ് വലിയ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യ പാദ റിപ്പോർട്ടുകളിലാണ് വർധനവ് നേടിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 22.5% അധിക ലാഭം ബാങ്കുകൾ നേടിയതായി റിപ്പോർട്ടിൽ പറയുന്നു. സൗദി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 34.4% അധിക നേട്ടം ഇക്കാലയളവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സൗദി നാഷണൽ ബാങ്ക് 32%, അൽ റാജ്ഹി ബാങ്ക് 24%, അലിൻമ ബാങ്ക് 28%, അൻബില്ലാദ് 25%, സൗദി ഫ്രാൻസി ബാങ്ക് 12% നേട്ടമുണ്ടാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.